എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം 3-ാം തീയതി മറ്റന്നാൾ മുതൽ ആരംഭിക്കും. അപ്പോൾ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഇന്നു മുതലായിരിക്കും ആരംഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം 3-ാം തീയതി മറ്റന്നാൾ മുതൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുകയാണ്. അപ്പോൾ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നായിരിക്കും ആരംഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലവിലെ വസ്തു നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റ് ഉണ്ടായിട്ടില്ല. അത് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്ന് തുടങ്ങുമെന്നുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരറിയിപ്പും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പരീക്ഷ ജൂണിലേക്ക് പോകാനാണ് സാധ്യത. ചില വർഷങ്ങളിൽ ജൂണിലേക്ക് ഈ പരീക്ഷ പോയിട്ടുമുണ്ട്. അതുപോലെ തന്നെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 3-ന് തന്നെ ആരംഭിക്കും. പരീക്ഷ മാറ്റിവെക്കുമോ എന്ന് പല വിദ്യാർത്ഥികൾ ചോദിച്ച സംശയം തന്നെയാണ്. നോവേ മാറ്റിവെക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ FIUGP വന്നേ പിന്നെ യൂണിവേഴ്സിറ്റികൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും കണ്ണൂർ ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ MG ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ FIUGP വന്നേ പിന്നെ അക്കാദമിക് കലണ്ടർ പ്രകാരം എല്ലാം നേരത്തെയാണ്. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ നടന്നത് ചിലപ്പോൾ ജൂണിലേക്കൊക്കെ നീണ്ടുപോയ വർഷങ്ങളുണ്ടാകും. എന്നാൽ ഈ വർഷം കൃത്യമായി ഏപ്രിലിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ FIUGP വന്നേ പിന്നെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും അക്കാദമിക് കലണ്ടർ കൃത്യമായി ഫോളോ ചെയ്ത് പരീക്ഷകൾ കൃത്യമായ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 3-ന് തന്നെ ആരംഭിക്കും. അത് മാറ്റിവെക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. നോവേ, കാരണം CUET PG എക്സാം നടക്കുന്ന കാരണം മാർച്ച് മാസം 20-ാം തീയതി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കാനായിരുന്നു യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ CUET PG എക്സാം നടക്കുന്നത് കാരണം ഓൾ ഇന്ത്യ എക്സാമും അത് മാറ്റിവെക്കാൻ പറ്റാത്ത എക്സാമും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം നടക്കുന്ന എക്സാമും ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാം മാറ്റിവെച്ചിരുന്നു. മാർച്ച് മാസം 20-ാം തീയതി എന്നുള്ളത് ഏപ്രിൽ മാസം 3-ാം തീയതി. അതാണ് മറ്റന്നാൾ എക്സാം ആരംഭിക്കുന്നത്. അപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇനി മാറ്റിവെക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ രണ്ടാം സെമസ്റ്റർ കഴിയുന്ന വിദ്യാർത്ഥി 3-ാം സെമസ്റ്ററിലേക്കും നാലാം സെമസ്റ്റർ കഴിയുന്ന വിദ്യാർത്ഥി 5-ാം സെമസ്റ്ററിലേക്കുമാണ് പോകുന്നത്. എന്നാൽ ആറാം സെമസ്റ്റർ കഴിയുന്ന വിദ്യാർത്ഥിക്ക് ഇനി 7-ാം സെമസ്റ്റർ ഇല്ല. അവരുടെ ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടതായ ഒരു പ്രൊസീജിയർ യൂണിവേഴ്സിറ്റിക്കുണ്ട്. പേപ്പർ വാല്യുവേഷൻ, റിസൾട്ട് പ്രസിദ്ധീകരിക്കണം, സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാക്കണം. അത് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം ഒത്തിരി വൈകിച്ചുകൊണ്ട് പോകാൻ യൂണിവേഴ്സിറ്റിക്കൊട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ജൂണിലേക്ക്, രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ജൂണിലേക്ക്, രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ജൂണിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.